ഇതെന്തുകൊണ്ട് സാധ്യമാണ് എന്ന് ചോദിച്ചാൽ ഇതൊരിക്കലും അസാധ്യമല്ല എന്ന് ഞാൻ പറയും. കാരണം ഇന്ത്യ എന്നൊരു മഹാരാജ്യത്തിന് ഏതാണ്ട് 150 കോടി ജനസംഖ്യയുള്ള, വെറുമൊരു ജനസംഖ്യ മാത്രമല്ല, വളരെ വൈവിധ്യമുള്ള ഒരു ജനസംഖ്യയുള്ള ഇന്ത്യയെപ്പോലൊരു മഹാരാജ്യത്തിന് അത് അസാധ്യമാണെങ്കിൽ പിന്നെ ആർക്കാണത് സാധിക്കുക? ഏതൊരു മാറ്റവും യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് ഒരു മുദ്രാവാചകത്തിൽ നിന്നാണ്. അതൊരു ഉൽപ്പന്നമാണെങ്കിലും ഒരാശയമാണെങ്കിലും ആദ്യത്തെ ഒരു സ്ലോഗനിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. അപ്പോൾ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന സ്ലോഗൻ എന്ന മുദ്രാവാചകം നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ജനങ്ങൾക്ക് മുന്നിൽ, ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ ആ മാറ്റത്തിൻ്റെ തുടക്കം തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ വായിച്ചിട്ടുണ്ട്, എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർപിരിയുമ്പോൾ 1947 ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെട്ട റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കോർപ്പസ് വെറും 375 കോടി രൂപയായിരുന്നു. ആ 375 കോടി രൂപയിൽ വലിയ രാജ്യമായ ഇന്ത്യക്ക് 80%, ഏതാണ്ട് 300 കോടി രൂപയും, പാകിസ്ഥാൻ അതിൻ്റെ 20%, 75 കോടി രൂപയും ആയിരുന്നു അന്ന് നമ്മുടെ പാർട്ടീഷൻ എഗ്രിമെൻ്റ് അനുസരിച്ച് വീതം വെച്ചത്. അവിടെ നിന്ന് വെറും 300 കോടിയിൽ നിന്ന് തുടങ്ങിയ നമ്മുടെ രാജ്യം ഇന്ന് എത്തി നിൽക്കുന്ന ഫോറക്സ് റിസർവ് എന്ന് പറയുന്നത് ഏതാണ്ട് 550 ബില്യൺ US$ മുകളിലാണ്. പക്ഷേ ഈ ഒരു സാധ്യമായ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് അല്ലെങ്കിൽ ഒരു സംരംഭകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നാം വളരെയേറെ മുന്നേറേണ്ടതുണ്ട്. 2014 ഓഗസ്റ്റ് 15 ബഹുമാന്യനായ പ്രധാനമന്ത്രി മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രഖ്യാപിക്കുമ്പോൾ നമ്മളുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മളുടെ റാങ്കിങ് 142 ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അത് ഏതാണ്ട് ഇപ്പോഴെത്തി നിൽക്കുമ്പോൾ 2020 റാങ്കിങ് അനുസരിച്ച് നമ്മൾ ഏകദേശം 63-ാമതെത്തി. പക്ഷേ ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ റാങ്കിങ്ങിൽ മുന്നിലെത്തിയാൽ മാത്രമേ കടമ്പകൾ കടക്കാൻ, ഒരു വ്യവസായം തുടങ്ങാൻ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള എല്ലാ ഫോർമാലിറ്റീസിലും വളരെ ലളിതവൽക്കരിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ എനിക്ക് മറ്റൊന്ന് അവതരിപ്പിക്കാനുള്ളത്, ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് തുടങ്ങേണ്ട ഒരു കാര്യമുണ്ട്, തിങ്ക് ഇൻ ഇന്ത്യ. കാരണം നമ്മൾ യഥാർത്ഥത്തിൽ വലുതായി ചിന്തിച്ച് തുടങ്ങണമെങ്കിൽ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? നമ്മുടെ വിദ്യാർത്ഥികളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അങ്ങനെ വിദ്യാർത്ഥികളിൽ നിന്ന് തുടങ്ങുമ്പോൾ ആദ്യം മാറേണ്ടത് നമ്മളുടെ ഈ കാലഹരണപ്പെട്ട വിദ്യാഭ്യാസ രീതികളാണ്. ആ വിദ്യാഭ്യാസ രീതികൾ ഒരു ക്ലാസ് മുറിയിലെ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഇൻഡസ്ട്രി അക്കാഡമിയ കൊളാബറേഷനിലും കൂടി വലിയ വ്യവസായങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒത്തൊരുമിച്ച് കൊളാബറേഷനിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നുള്ളത് തിങ്ക് ഇൻ ഇന്ത്യയിൽ തുടങ്ങി നമുക്ക് മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ അവസാനിപ്പിക്കാൻ സാധിക്കൂ. അങ്ങനെ വരുമ്പോഴാണ്, ഇപ്പോൾ എൻ്റെ വ്യവസായ സ്ഥാപനത്തിൽ തന്നെ വളരെ നിസ്സാരമായ ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾ ഈ ടാപ്പിയോക്ക, മരച്ചീനി പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 4.5 ടണ്ണോളം ഒരു ദിവസം ഞങ്ങൾക്ക് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഏതാണ്ട് 25 പേരുടെ അധ്വാനമാണ്. തിരുവനന്തപുരത്തുള്ള 2-3 എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളെ ഞങ്ങൾ ക്ഷണിച്ച് ഇതിൻ്റെ പ്രോസസ്സ് കാണിച്ചു കൊടുത്തിട്ട് അതിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ, അതിനെ മെക്കനൈസ് ചെയ്യാൻ, അത് മെഷീനിൽ കൂടാക്കാനായിട്ട് ഞങ്ങൾ അവരോട് പറഞ്ഞിട്ട് അവർക്ക് ഇന്നുവരെ അത് സാധിച്ചിട്ടില്ല. കാരണം അവരുടെ കുറ്റമല്ല, കാരണം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം അവരിലേക്ക് കൊണ്ടുവരുന്നില്ല. അപ്പോൾ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച ഈ ആശയം പ്രാവർത്തികമാക്കണമെങ്കിൽ അത് പ്രധാനമന്ത്രി മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. അതിനോടൊപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യവസായികളും എല്ലാവരും ഒരുമിച്ച് ചിന്തിച്ചാൽ മാത്രമേ അതിന് തീർച്ചയായിട്ടും അതിൻ്റെ ഫലപ്രാപ്തിയിൽ എത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.